നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, നാർസിസിസ്റ്റിക് ആയിട്ടുള്ളൊരു വ്യക്തി അവനവനെ തന്നെ ഭയങ്കര മിടുക്കനായിട്ടും എല്ലാം അറിയുന്ന ഒരാളാണ് എന്നുള്ള രീതിയിലും പ്രദർശിപ്പിക്കാനായിട്ട് യാതൊരു മടിയില്ലാത്ത ഒരാളാണെന്ന്. പലപ്പോഴും നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളുകളെ മറ്റുള്ളവർ ട്രസ്റ്റ് ചെയ്യുന്നത് ഇദ്ദേഹം ഇങ്ങനെ വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ടും വളരെയധികം ബുദ്ധിശാലിയാണ്, വളരെയധികം കഴിവുള്ള ഒരാളാണ്, വളരെയധികം കോൺഫിഡൻസ് ഉള്ള ഒരാളാണ്, ഞാൻ പറയുന്നതൊക്കെ വളരെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ്, എനിക്ക് അതിൻ്റേതായിട്ടുള്ള പക്വതയിൽ നിന്നും അറിവിൽ നിന്നുമാണ് പറയുന്നത് എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടി കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും ഈ വ്യക്തിയെ നമ്മൾ വല്ലാതെ ട്രസ്റ്റ് ചെയ്ത് പോകാറുണ്ട്. അങ്ങനെ നമ്മൾ ട്രസ്റ്റ് ചെയ്ത് പോകുമ്പോൾ പലപ്പോഴും നമുക്ക് തന്നെ അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട്. കാരണം സത്യത്തിൽ ഈ വ്യക്തിക്ക് അങ്ങനെ ഒരു മെറിറ്റൊന്നും ഉണ്ടാവണമെന്നില്ല, വെറുതെ തട്ടിവിടുന്നതായിരിക്കും തനിക്കെല്ലാം അറിയാമെന്നുള്ളതൊക്കെ. ഇങ്ങനെയുള്ള സ്പേസസിൽ പലപ്പോഴും നമ്മൾ ചതിക്കപ്പെടാറുണ്ട്. കാരണം നമ്മൾ ഈ വ്യക്തിയെ ട്രസ്റ്റ് ചെയ്യും, ഈ വ്യക്തി പറയുന്നതാണ് ശരിയെന്ന് വിശ്വസിക്കും, ഈ വ്യക്തി പറയുന്ന ശരികളിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയും നമ്മളുടെ തന്നെ ഇൻസ്റ്റിങ്ക്റ്റിനെ നമ്മൾ ട്രസ്റ്റ് ചെയ്യാതെ നമ്മളുടെ തന്നെ ഉള്ളിലുള്ള ഒരു വോയിസിന്, നമ്മളുടെ തന്നെ ഉള്ളിലുള്ള ഒരു ഗട്ട് ഫീലിങ്ങിന് നമ്മൾ ആ ഒരു വോയിസിന് നമ്മളെ ട്രസ്റ്റ് ചെയ്യാതെ നമ്മൾ തന്നെ പലപ്പോഴും ഈ വ്യക്തിയുടെ മാനിപ്പുലേഷന് വിധേയമായി നമ്മൾ തന്നെ പോയി കെണിയിൽ ചാടാറുമുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് ഈ വ്യക്തി താൻ യഥാർത്ഥത്തിൽ ഈ വ്യക്തിക്കുള്ള മെറിറ്റിനേക്കാളും വളരെയധികം സ്മാർട്ടാണ്, വളരെയധികം കഴിവുള്ള ആളാണ് എന്നുള്ള വളരെ കോൺഫിഡൻസോടു കൂടി വരുത്തി തീർക്കുന്നത് എന്ന് തിരിച്ചറിയുന്നത് വഴി നമുക്ക് നമ്മളുടെ തന്നെ ഈ പറയുന്ന കാര്യങ്ങളെ തിരിച്ചറിയാനും നമുക്ക് നമ്മളെ തന്നെ ട്രസ്റ്റ് ചെയ്യുന്നതിലേക്ക് തിരിച്ചു പോകാനും സാധിക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെയാണ് നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തി അയാൾക്ക് ഉള്ള മെറിറ്റിനേക്കാളും വലിയ രീതിയിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ടും വളരെയധികം സ്മാർട്ടായിട്ടും വളരെ ബുദ്ധിശാലിയായിട്ടും അറിവുള്ള ആൾ എന്നുമുള്ള ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിലേക്ക്. പലപ്പോഴും ഈ ഒരു വ്യക്തി വളരെ ഇൻ്റലിജൻ്റ് ആണ്, എക്സ്ട്രോവേർട്ടാണ് എന്നുണ്ടെങ്കിൽ, വളരെ സോഷ്യലി സ്കിൽഫുൾ ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിലേക്ക് കുറച്ചും കൂടി അയാൾക്ക് ഈസിയാണ്. കാരണം ഈ പറയുന്ന ഇൻ്റലിജൻസും ഈ പറയുന്ന എക്സ്ട്രോവേർട്ടായിട്ടുള്ള നേച്ചറും എല്ലാം അയാൾക്ക് ഈ ഒരു കാര്യത്തിലേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനും സാധിക്കും. ഇന്ന് നമുക്ക് സംസാരിക്കാം എങ്ങനെയാണ് നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തി ഉള്ളതിനേക്കാളും വലിയൊരു രീതിയിൽ ആ ഒരു സ്മാർട്ട്നെസ് എന്നുള്ളത് പ്രദർശിപ്പിക്കുന്നത് എന്നുള്ളത്. എല്ലാവർക്കും ബോധ്യത്തിലേക്ക് സ്വാഗതം. എപ്പോഴും നമ്മൾ പറയാറുണ്ട് അല്ലേ, സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അവയർനെസ് എന്നുള്ളത് പലപ്പോഴും നമ്മളെ ഒരുപാട് സഹായിക്കുന്ന ഒരു ഫാക്ടറാണ്. പ്രത്യേകിച്ചും അങ്ങനെ ഒരു അവയർനെസ് ഇല്ലാത്തൊരു കൾച്ചറിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആ ഒരു കാര്യത്തിലേക്കായി ആ ഒരു അവയർനെസ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിലാണ് ബോധി ക്ലിനിക്കിൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും വർക്ക് ചെയ്യുന്നത്. നമുക്ക് യൂട്യൂബിൽ മാത്രമല്ല ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പേജസ് ഉണ്ട്, വിസിറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. നമുക്ക് വിഷയത്തിലേക്ക് വരാം. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് അവർക്ക് അവനവനെ തന്നെ ഭയങ്കരമായിട്ട് ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആണെന്നും ഞാനെന്ന് പറയുന്നതെല്ലാം തികഞ്ഞ ഒരാളാണെന്നും ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണെന്നും എന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നവർക്കാണ് എല്ലാ തെറ്റുകളും ഉള്ളത് എന്നും വിശ്വസിക്കുകയും സ്വന്തം ഭാഗത്തു നിന്ന് വരുന്ന കാര്യങ്ങളെപ്പറ്റി അത്ര തന്നെ അവയർനെസ് ഇല്ലാത്ത ആൾക്കാരാണ് നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരെന്നും നമുക്കറിയാം. പലപ്പോഴും നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ കോൺഫിഡൻ്റ് ആയിട്ടും വളരെയധികം ഒരു സെൽഫ് എസ്റ്റീമോട് കൂടിയും പെരുമാറുന്നതായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാവരും തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഓക്കെ ദേ നോ വാട്ട് ദേ ആർ ഡൂയിങ്, അല്ലെങ്കിൽ അവർക്കറിയാം അവരെന്താ പറയുന്നതെന്ന്, അല്ലെങ്കിൽ അവരെന്താണെന്നുള്ളത് അവർക്ക് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതാക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് കാര്യങ്ങളെ പറ്റി വ്യക്തമായിട്ടുള്ളൊരു ധാരണയുണ്ട്, അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്നതിൽ അവർ കറക്റ്റായിരിക്കും എന്നൊക്കെ ആളുകൾ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏത് തരം നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരാളാണെങ്കിലും പെട്ടെന്ന് മറ്റുള്ള ആളുകൾ അവരെ ട്രസ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു റീസൺ ആ ഒരു കോൺഫിഡൻസ് അവർ പ്രദർശിപ്പിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ അതിനകത്ത് എന്താണ് അതിനുള്ള റീസൺ? നമുക്ക് അതിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും ആദ്യമായിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് അവരുടെ ലാക്ക് ഓഫ് സെൽഫ് അവെയർനെസ് എന്നുള്ളതാണ്. അതായത് അവർക്ക് അങ്ങനെ ഒരു സെൽഫ് അവെയർനെസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയല്ലല്ലോ, എനിക്കതിനെ പറ്റിയിട്ട് അറിയില്ലല്ലോ, ഞാനപ്പോൾ അറിയില്ല എന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാനത് പറയുന്നത് തെറ്റിദ്ധരിപ്പിക്കലാവില്ലേ എന്നിങ്ങനെയുള്ള ഒരു അവെയർനെസ് ഒന്നും അവരെ സംബന്ധിച്ചിടത്തോളം മിക്കപ്പോഴും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ ഭാഗത്തുനിന്ന് തനിക്ക് ഈ ഒരു കാര്യം അറിയില്ല എന്ന് സമ്മതിക്കാനായിട്ട് അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അവരതിനകത്ത് വളരെ ഇൻസെക്യൂറാണ്.
കാരണം അവർ പുറമെ ക്രിയേറ്റ് ചെയ്യുന്ന എനിക്കെല്ലാം അറിയാം, ഞാൻ വളരെ പെർഫെക്റ്റാണ് എന്നുള്ള ആ ഒരു പുറംചട്ട ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ഇല്ലെങ്കിൽ അവരുടെ ആ ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള ഒരു ഈഗോ എന്ന് പറയുന്നത്, ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ ഈഗോ എന്ന് പറയുന്നത് ഊതി വീർപ്പിച്ച ഒരു ബലൂൺ പോലെയാണ്. അതായത് ഞാനെന്ന ഭാവവും ഞാനെന്ന ആ ഒരു ഞാൻ ഭയങ്കര സംഭവമാണെന്നൊക്കെ ഉള്ളൊരു ഫീലിംഗ് ഒരു ഊതി വീർപ്പിച്ച ബലൂൺ മാത്രമാണ്. അതിന് ചെറിയൊരു ഇഞ്ചുറി വന്നാൽ തന്നെ അത് പൊട്ടിപ്പോവും. അതുകൊണ്ട് തന്നെ ആ ഒരു ഇഞ്ചുറി വരുന്നത് അവർക്കൊട്ടും സഹിക്കുന്ന ഒരു കാര്യമല്ല. എന്നാൽ ഈ ഊതി വീർപ്പിച്ച ബലൂണായി നിൽക്കുന്നത് കൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം തനിക്ക് അറിയില്ല എന്നുള്ളത് അവരൊരിക്കലും അവിടെ സമ്മതിക്കില്ല. കാരണം അങ്ങനെ സമ്മതിക്കുന്നത് ആ ബലൂൺ പൊട്ടിപ്പോകുന്നത് പോലെയാണ്. അതുകൊണ്ട് തന്നെ സാധാരണ ആളുകളെ സംബന്ധിച്ചിടത്തോളം അറിയാത്തൊരു വിഷയത്തിനെ പറ്റിയിട്ട് അവർ അഭിപ്രായം പറയുന്നതിന് ഒന്നും മടിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഷയത്തിൽ എനിക്ക് അറിവില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പറ്റിയിട്ട് വലിയ അറിയുന്ന കാര്യങ്ങൾ വലിയ അടിച്ചു വിടാനോ അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് തർക്കിക്കാനോ ഒന്നും പോവില്ല. സാധാരണ രീതിയിൽ നമുക്ക് ആ ഒരു വിഷയത്തിനെ പറ്റിയിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അധികം അതിലേക്ക് കടക്കാതിരിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ മുൻപിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഇഫ് ദേ നോ വാട്ട് ദേ ആർ ടോക്കിംഗ് അബൌട്ട് എന്നൊരു ഫീലിംഗ് നമുക്ക് കിട്ടുകയാണെങ്കിൽ, അതായത് മുമ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അവർക്കറിയാം അവരെന്തിനെ പറ്റിയിട്ടാണ് പറയുന്നതെന്ന് അവർക്ക് ഏതാണ്ട് ഒരു ധാരണയുള്ള ഒരു വ്യക്തിയാണ് നമ്മളോട് സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഫീലിംഗ് നമുക്കുണ്ടെങ്കിൽ കഴിയുന്നത്ര അവിടെ ലിസൺ ചെയ്യാനായിരിക്കും നമ്മൾ ശ്രമിക്കുക. അയാൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാനായിരിക്കും നമ്മൾ ശ്രമിക്കുക. അതല്ലാതെ അങ്ങോട്ടേക്ക് കയറി അയാളെ അഭിപ്രായം പറഞ്ഞ് ഇതാക്കാനൊന്നും സാധാരണ രീതിയിൽ ആളുകൾ ശ്രമിക്കില്ല. എന്നാൽ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ നേരത്തെ പറഞ്ഞ ആ ഒരു സെൽഫ് അവെയർനെസ് ഇല്ലായ്മയും ആ ഒരു ഊതി വെറുപ്പിച്ച ഒരു സെൽഫ് എസ്റ്റീം നിൽക്കുന്നത് കൊണ്ടും അവരവിടെ ഒരിക്കലും സമ്മതിക്കില്ല എനിക്ക് ഇന്നൊരു കാര്യം അറിയില്ല എന്ന്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, കാണുന്ന എല്ലാവരോടും എല്ലാത്തിനെയും പറ്റിയിട്ടും വളരെ കോൺഫിഡൻ്റായി അവർക്ക് അറിയുന്ന രീതിയിൽ അവരവിടെ അവനവൻ്റെ ആ ഒരു ചാമിങ് ആയിട്ടുള്ള നേച്ചർ വെച്ചിട്ടും അവരുടെ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള നേച്ചർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും അവർക്ക് ഞാനെന്നുള്ള ഒരു ഭാവം വെച്ചിട്ടുമെല്ലാം വളരെ കോൺഫിഡൻ്റായി അവർ അപ്പിയർ ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യും. ഇത് തന്നെ ഈ ഒരു രീതിയാണ് പ്രധാനമായിട്ടും ആദ്യമായിട്ട് അവർക്കറിയാം, അവർ വളരെ സ്മാർട്ടാണ് എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന ആദ്യത്തെ ഘടകം. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് അവർ മറ്റുള്ളവരെ തിരുത്തുന്ന രീതി എന്നുള്ളതാണ്. അതായത് അവർ വളരെ സ്മാർട്ടാണ് എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന രണ്ടാമത്തെ ഘടകം അവർ എന്തിനും മുൻപിലുള്ള ആളുകളെ തിരുത്തുന്നത് കൊണ്ടാണ്. അതായത് വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് ഈ ഒരു വ്യക്തി പറയണേ, നിങ്ങളിങ്ങനെ പറയുന്നത് ശരിയല്ല, അതിനകത്ത് ഇങ്ങനെയാണ് വരുന്നത്, ഇങ്ങനെയല്ല അതിനെ പറയേണ്ടത് എന്ന് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഒരാൾ പറയുമ്പോൾ അത്യാവശ്യം സെൽഫ് അവെയർനെസ് ഉള്ള എല്ലാ മനുഷ്യരും ആണോ ശരിയാണോ ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടോ എന്നാണ് ഫസ്റ്റ് റെസ്പോണ്ട് ചെയ്യുക അല്ലേ. അവർ ഫസ്റ്റ് ചിന്തിക്കുക അതായിരിക്കും, ആണോ ശരിയാണോ അപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ. എഗെയിൻ നമ്മൾ മുൻപിലുള്ള ആളുടെ ഭാഗത്തുനിന്നൊന്ന് ചിന്തിക്കും, ശരിയാണല്ലോ അവരിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിന് ഇങ്ങനൊരു സാധ്യതയുണ്ടല്ലോ എന്ന് ഏതൊരു സെൽഫ് അവെയർനെസ് ഉള്ള ഒരു വ്യക്തിയും അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ചിന്തിക്കും. അതിൻ്റെ റീസൺ ഇവർ വളരെ കോൺഫിഡൻ്റായി മുൻപിലുള്ള ആളുകളെ തിരുത്താനായിട്ട് ശ്രമിക്കുന്നത് കൊണ്ടാണ്. വളരെ ജഡ്ജ്മെൻ്റലായിട്ട് ഈ ഒരു വ്യക്തി അങ്ങനെ പെരുമാറുമ്പോൾ സ്വയം മിടുക്കിയുമായിട്ട് കാണിക്കുന്നതിന് വേണ്ടി ഈ രീതിയിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ കൂടെയുള്ള ആളുകൾ ഒന്ന് ചുരുങ്ങിപ്പോവും അല്ലേ. കൂടെയുള്ള ആളുകൾ ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് മാറും. അപ്പോൾ കാണുന്ന ആളുകൾ ആണെങ്കിലും ഈ ഒരു വ്യക്തിക്ക് ഇതിനെപ്പറ്റി അറിയാമല്ലോ എന്നായിരിക്കും ചിന്തിക്കുന്നത്. നമ്മുടെ കൾച്ചറിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തി ഈ ഒരു രീതിയിൽ സംസാരിക്കുമ്പോൾ അത് റൂഡാണെന്നോ അത് ശരിയല്ല എന്നോ അല്ല ആളുകൾ ചിന്തിക്കുക. അതിനകത്ത് അങ്ങനെ ഒരാളുടെ ബൗണ്ടറി ബ്രേക്ക് ചെയ്യുന്നത് ശരിയല്ല, അയാളോട് അങ്ങനെ പെരുമാറുന്നതിനകത്ത് അപാകതയുണ്ട്, അവിടെ അവരുടെ ഫീലിങ്സിനെ ഹേർട്ട് ചെയ്യുകയാണ്, അത് ശരിയല്ല, അത് റൂഡാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മുടെ കൾച്ചറിലില്ല. നമ്മുടെ കൾച്ചറിൽ അയാൾക്ക് വെളിവുണ്ടെങ്കിൽ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അയാൾക്ക് അറിവുണ്ടെങ്കിൽ അയാൾ പറയുന്നതിൽ എന്താ തെറ്റ്, ഈ ഒരു വളരെ ബാലിശമായിട്ടുള്ള രീതിയിലാണ് പലപ്പോഴും നമ്മുടെ കൾച്ചറിൽ ഇത്തരം കാര്യങ്ങളെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് ആരും സമ്മതിക്കുകയില്ല. എന്നാൽ ഇങ്ങനെ പെരുമാറുമ്പോഴാവട്ടെ മറ്റുള്ള ആളുകൾ അതിനെ പെർസീവ് ചെയ്യുന്നത് പലപ്പോഴും അവരുടെ സെൽഫ് കോൺഫിഡൻസ് ആയിട്ടും അവരുടെ സ്മാർട്ട്നെസ് ആയിട്ടും അവരുടെ കഴിവായിട്ടൊക്കെ ആയിരിക്കും മുൻപിലുള്ള ആളുകൾ അതിനെ കണക്കാക്കുക. മൂന്നാമതായിട്ട് നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ വളരെ സ്മാർട്ടായിട്ട് അപ്പിയർ ചെയ്യുന്നത് പലപ്പോഴും അവർ ആ ഒരു മിറർ ചെയ്യാനായിട്ടുള്ള അവരുടെ സ്കില്ലാണ്. അതിനോടൊപ്പം തന്നെ അവർ ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ട് ഉപയോഗിക്കുന്നതിൻ്റെ അവരുടെ സ്കില്ലാണ്. അതായത് നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അവർ ഇൻഫോർമേഷൻ കളക്ട് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടാണ് മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന്.
അതായത് ഇവർ എവിടെ നിന്നൊക്കെ എന്തൊക്കെ ഇൻഫോർമേഷൻ കളക്ട് ചെയ്തിട്ടുണ്ടോ ഈ ഇൻഫോർമേഷനൊക്കെ ഓരോരോ സന്ദർഭങ്ങളിൽ ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്ന രീതിയിലാണ് അവരുടെ മൈൻഡ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന ഇൻഫോർമേഷൻ എല്ലാം തന്നെ അവരത് സൂക്ഷിച്ച് വയ്ക്കുകയും പിന്നീട് ഒരു അവസരത്തിൽ ആവശ്യം വരുമ്പോൾ അവരത് ഉപയോഗിക്കുകയും ചെയ്യുന്നത് നമുക്കറിയാം. ഇതേപോലെ തന്നെ സ്മാർട്ടറായിട്ട് കാണിക്കുന്നതിന് വേണ്ടി ഞാൻ മറ്റുള്ളവരെക്കാളും വളരെ ബുദ്ധിയുള്ള മിടുക്കനായിട്ടുള്ള ഒരാളാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി പലപ്പോഴും അവർ ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിക്കും. ഇവിടുന്നും കിട്ടിയ ഇൻഫോർമേഷൻസ് എല്ലാം തന്നെ അവർ സൂക്ഷിച്ച് വയ്ക്കുകയും ആവശ്യാനുസരണം ആവശ്യപ്പെടുന്ന സാഹചര്യങ്ങളിൽ അവരതെടുത്ത് യൂസ് ചെയ്യാനും മടിക്കില്ല. ഉദാഹരണത്തിന് ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തി വേറൊരു ആളുടെ അടുത്തുനിന്നോ വേറെ ഒരു ആളുടെ അടുത്തുള്ള സംസാരത്തിൽ നിന്നോ ഒരു 1, 2, 3 കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ് അവർക്ക് കിട്ടിയെന്നിരിക്കട്ടെ. അടുത്തൊരു സാഹചര്യത്തിൽ അവർ പലപ്പോഴും ഇത് എൻ്റെ കണ്ടുപിടുത്തമാണ് അല്ലെങ്കിൽ ഞാനിങ്ങനെ പോയപ്പോൾ അറിഞ്ഞൊരു കാര്യമാണ് എന്നുള്ള രീതിയിൽ അവരത് പ്രസൻറ്റ് ചെയ്യും. അങ്ങനെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ കേൾക്കുന്ന ആളുകൾക്ക് ഫീൽ ചെയ്യും, ഉയ്യോ ഈ വ്യക്തിക്ക് എത്രമാത്രം നോളേജാണ് ഇതിനെ പറ്റിയിട്ടുള്ളത് എന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ ഉണ്ടായത് എന്താണ്? സാധാരണ മനുഷ്യരെല്ലാവരും തന്നെ പല ഇൻഫോർമേഷൻ സോഴ്സുകളിൽ നിന്നും നമുക്ക് ഒരുപാട് ഇൻഫോർമേഷൻ കിട്ടുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കും. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കും. നമ്മളോട് ആരെങ്കിലും അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ നമ്മളത് പറയും എന്നല്ലാതെ നമ്മളാരും ഇത് ഉപയോഗിക്കില്ല. നമ്മളതൊരു ഞാൻ ഭയങ്കര സ്മാർട്ടാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി, ഞാൻ ഭയങ്കര മിടുക്കനാണെന്ന് കാണിക്കുന്നതിന് വേണ്ടി ഒരിക്കലും നമ്മൾ ആ ഇൻഫോർമേഷൻ ഉപയോഗിക്കില്ല. പക്ഷേ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സെൽഫ് എൻഹാൻസ്മെൻറ്റ് എന്നുള്ളത്, അവനവനെ തന്നെ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളത് അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു നീഡായതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഫോർമേഷൻ അവരതിനെ ഉപയോഗിക്കുന്നത് ഈ രീതിയിലായിരിക്കും. അപ്പോൾ ഇവിടുന്ന് കിട്ടിയ ഈ ഇൻഫോർമേഷൻ എല്ലാം തന്നെ ഒരു സഭയിലിരുന്ന് സംസാരിക്കുകയാണെങ്കിൽ അവർ ഭയങ്കര സുഖമായിട്ട് അവർ ഈ പറഞ്ഞ ഇൻഫോർമേഷൻ തട്ടിവിടും. അങ്ങനെ തട്ടിവിടുമ്പോഴത്തേക്കും കേൾക്കുന്ന ആളുകൾ വിചാരിക്കും, ഉയ്യോ ശരിയാണല്ലോ ഈ വ്യക്തിക്ക് ഇതിനെ പറ്റിയിട്ടല്ല എന്തൊരറിവാണുള്ളത് എന്നിങ്ങനെ. അപ്പോൾ ആ ഒരു സംസാര രീതി കൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് അവരുടെ അടുത്ത് ഭയങ്കര ഒരു ബഹുമാനം തോന്നുകയും ആ വ്യക്തി പറയുന്നത് ശരിയാണല്ലോ എന്നുള്ളൊരു ഫീലിംഗ് തോന്നുകയും ചെയ്യും. ഈ ഒരു രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർ ഉള്ളതിനേക്കാളും വളരെ സ്മാർട്ടാണ്, വളരെ കഴിവുള്ള വ്യക്തിയാണ് എന്നുള്ളൊരു ഇംപ്രഷൻ മറ്റുള്ള ആളുകൾക്ക് കിട്ടുകയും ചെയ്യും. ഇതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അവർക്കുള്ള ആ ഒരു മിറർ ചെയ്യാനായിട്ടുള്ള ഒരു സ്കില്ലെന്ന് പറയുന്നത്. അതായത് മുൻപിലുള്ള വ്യക്തിക്ക് ഏത് വിഷയത്തിലാണോ താല്പര്യം ആ വിഷയം ചിന്തിച്ച് അതിനനുസരിച്ച് അവനവനെ തന്നെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ള അവരുടെ ഒരു സ്കില്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉദാഹരണത്തിന് മുൻപിലുള്ള ഒരു വ്യക്തി വളരെ സോഷ്യലി അറിയപ്പെടുന്നത് ആ വ്യക്തിയുടെ ഉദാഹരണത്തിന് ഒരു സയൻറ്റിസ്റ്റ് ആണെന്നുള്ള രീതിയിലായിരിക്കട്ടെ. പലപ്പോഴും നാർസിസ്റ്റിക് ആയിട്ടുള്ളൊരു വ്യക്തിക്ക് ഈ വ്യക്തിയെ ഇമ്പ്രസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനോട് ചേർന്ന് വരുന്ന ടോപ്പിക്സുകളായിരിക്കും അയാൾ സംസാരിക്കാനായിട്ട് ഉപയോഗിക്കുക. അതിനോട് ചേർന്ന് വരുന്ന രീതിയിലുള്ള നമ്മളുടെ രണ്ടാളുടെയും ഇൻട്രസ്റ്റ് ഒരുപോലെയാണെന്ന് കാണിക്കുന്ന രീതിയിൽ ഇതുപോലെ ഇവിടുന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻ വെച്ചിട്ടായിരിക്കും ഈ ഒരു വ്യക്തി സ്വയം ആ വ്യക്തിയുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേൾക്കുന്ന ഒരാൾക്ക് തോന്നും, ഈ വ്യക്തിക്ക് എന്തെല്ലാം കാര്യങ്ങൾ അറിയാം, അല്ലെങ്കിൽ എത്രയോ നല്ലൊരു പേഴ്സണാണ്, നല്ല ബുദ്ധിശാലിയാണല്ലോ, നല്ല സ്മാർട്ടാണല്ലോ എന്ന് തോന്നുകയും ചെയ്യും. ഈ രീതിയിൽ അവർ ഉപയോഗിക്കുന്ന മിറർ ചെയ്യാനായിട്ടുള്ള അവരുടെ സ്കില്ലാണ് ഈ ഒരു രീതിക്ക് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുക. അടുത്തതായി നാർസിസ്റ്റിക് ആയിട്ടുള്ളൊരു വ്യക്തി വളരെ ബുദ്ധിശാലിയായും ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടും ആളുകളോട് പ്രസൻറ്റ് ചെയ്യുന്നതിൻ്റെ അടുത്ത ഒരു രീതിയാണ് അവരെ എതിർക്കുന്ന വ്യക്തികളെ, അതായത് നിങ്ങൾ പറയുന്നത് ശരിയല്ല എന്നൊരാളെ എതിർക്കുമ്പോൾ അവരോട് അവർ ഇടപെടുന്ന രീതി. ഉദാഹരണത്തിന് ഇപ്പോൾ സാധാരണ ഒരു വ്യക്തിയാണ് ഒരു കാര്യം പറയുന്നതെന്ന് കരുതാം. മുൻപിലുള്ള ഒരാൾ പറയുകയാണ് നിങ്ങൾ പറയുന്നതിൽ ശരിയല്ല, ഇങ്ങനൊരു വാദം കൂടി അതിനകത്തുണ്ട് എന്ന് തിരുത്തി കഴിഞ്ഞാൽ അത്യാവശ്യം സെൽഫ് അവെയർനെസ് ഉള്ള ഒരാളാണെങ്കിൽ ആണോ ശരിയാണോ, അയ്യോ ഞാനങ്ങനെ ചിന്തിച്ചിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ആണോ എന്ന് സ്വയം ഒന്ന് ചിന്തിക്കും, അല്ലേ? സ്വയം ഒന്ന് അവലോകനം ചെയ്യും, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന്. പക്ഷേ നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവനവൻ്റെ ഭാഗത്ത് ഉള്ളിലേക്ക് അവർ ചിന്തിക്കില്ല ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന്. മറിച്ച് ഒന്നുകിൽ അവരവിടെ ചെയ്യുന്നത് മുൻപിലുള്ള ഒരു വ്യക്തിയെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ അവനവൻ്റെ ഭാഗം തന്നെ വാദിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ മറ്റൊരാളെ പഴി പറയുക എന്നുള്ളതായിരിക്കും. പലപ്പോഴും ഈ ഒരു രീതിയിൽ അവർ ഇടപെടുന്നതുകൊണ്ട് തന്നെ ഇവരുടെ ഭാഗത്ത് തെറ്റുണ്ട് അല്ലെങ്കിൽ ഇവർ പറയുന്നത് ശരിയല്ല എന്നിവരെ മനസ്സിലാക്കിപ്പിക്കാൻ അവർക്ക് സാധിക്കില്ല. കാരണം മനസ്സിലാക്കണം എന്നവർക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ്. അല്ലാതെ അത്യാവശ്യം സെൽഫ് അവെയർനെസ് ഉള്ള ഒരാളാണെങ്കിലല്ലേ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കിപ്പിക്കാനൊക്കെ പറ്റുള്ളൂ. ഇവിടെ ഈ ഒരു കേസിൽ ഈ ഒരു വ്യക്തിയോട് നമ്മൾ പറയാണ് ഇതിങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും അവർ ചെയ്യുന്നത്
മുൻപിലുള്ള ഒരാളെ തിരിച്ചായിരിക്കും അറ്റാക്ക് ചെയ്യുന്നത്. നിനക്കറിയാഞ്ഞിട്ടാണ്, നിനക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ്, നിനക്ക് അതിനെപ്പറ്റി ഐഡിയ ഇല്ലാഞ്ഞിട്ടാണ് എന്ന് മുൻപിലുള്ള ഒരാളെ ഗ്യാസ് ലൈറ്റ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ അവനവനെ തന്നെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിൽ പെരുമാറും. എനിക്കറിയാമല്ലോ ഇതിനെ പറ്റിയിട്ട്, ഇന്ന കാര്യങ്ങളെ പറ്റിയിട്ട് എനിക്കറിയാവുന്ന കാര്യമല്ലേ എന്ന് സ്വയമേ തന്നെ വാദിക്കും. ഇത് ഇന്ന കാര്യങ്ങളെപ്പറ്റി എനിക്ക് അറിയുന്നുള്ളത് അറിയണതല്ലേ, പിന്നെ നീ എന്തിനാണ് എന്നോട് ഇങ്ങനെ പറയുന്നത് എന്നുള്ള രീതിയിൽ വാദിക്കുകയായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ മുൻപിലുള്ള ഒരാളെ അത്രയും എക്സ്ട്രീം ആയിട്ടുള്ളൊരു അറ്റാക്കിലേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിലാണ് മുൻപിലുള്ള ഒരാളെ അവരെ അറ്റാക്ക് ചെയ്യും. കാരണം മുൻപിലുള്ളൊരു വ്യക്തി ഈ വ്യക്തിയുടെ ഒരു മൈൻഡിലൊരു ഹൈറാർക്കിയിൽ തന്നെക്കാളും അത്ര മോശമൊക്കെയാണ്, തൻ്റെ അത്രയൊന്നും ഇല്ല എന്നുള്ളൊരു ഫീലിംഗ് ആണെങ്കിൽ ഉറപ്പായിട്ടും മുൻപിലുള്ള ഒരാളെ ഈ വ്യക്തി അറ്റാക്ക് ചെയ്യും. മുൻപിലുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് പറയും, നിനക്ക് അല്ലെങ്കിൽ ഇതാണ്, നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട, നീ എന്നെ ഇതാക്കാൻ വരണ്ട എന്നുള്ള രീതിയിൽ മുൻപിലുള്ള ഒരാളെ അറ്റാക്ക് ചെയ്യുകയായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കാം. ഇനി അതിനേക്കാളും കൈവിട്ട് പോകുന്ന ഒരു കേസിലേക്കൊക്കെ വരികയാണ്, ഉറപ്പായിട്ടും നമ്മൾ എവിഡൻസ് കാണിച്ച് ഇനി രക്ഷയില്ല എന്ന് വരികയാണെങ്കിലാണ് അവർ വേറൊരാളെ അതിനെ ബ്ലെയിം ചെയ്യുള്ളൂ. അപ്പോൾ സ്വയം ആ ബ്ലെയിം ഏറ്റെടുക്കാനുള്ള സാധ്യതയില്ല. മിക്കവാറും വേറൊരാളെയായിരിക്കും ബ്ലെയിം ചെയ്യുന്നത്. അവരെന്നോട് ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അറിയാതെ അങ്ങനെ ആയിപ്പോയതാണ് എന്നുള്ള രീതിയിൽ വഴിയൊക്കെ തിരിച്ചു വിട്ട് ആ രീതിയിൽ അവർ പ്രസൻറ്റ് ചെയ്യുന്നുള്ളതല്ലാതെ ഒരിക്കലും അവരത് അക്നോളജ് ചെയ്യില്ല. ഈ ഒരു രീതിയിൽ എത്രയൊക്കെ എവിഡൻസ് കാണിച്ചു കൊടുത്താലും അവനവൻ്റെ ഭാഗത്ത് തന്നെ ഉറച്ചു നിൽക്കാനായിട്ടുള്ള അവരുടെ ആ ഒരു സ്കില്ലാണ് പലപ്പോഴും മുൻപിലുള്ള ആളുകൾ അത് തെറ്റിദ്ധരിക്കാനായിട്ടുള്ള സാധ്യത വരുന്നത്. ഇതിനകത്ത് അവരുടെ മൈൻഡിലൊരു ഹൈറാർക്കി ഉണ്ടെന്ന് പറഞ്ഞതുപോലെ അവരെക്കാളും അവർക്ക് പ്ലീസ് ചെയ്യേണ്ടതായിട്ട് അവർ കണക്കാക്കുന്ന ആളുകളുടെ അടുത്ത് പറയുന്ന കാര്യങ്ങൾ അവർ വളരെ പെട്ടെന്ന് തന്നെ അംഗീകരിക്കുന്നതായിട്ട് കാണാം. അതായത് മുൻപിലുള്ള ഒരു വ്യക്തി അവരെക്കാളും അവരെക്കാളും മുകളിലാണ് എന്ന് അവർ പെർസീവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവരാണ് ഇവരെ തിരുത്തുന്നതെന്നുണ്ടെങ്കിൽ പലപ്പോഴും അവരവിടെ പ്ലീസ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കും. ആണോ, ശരിയാണോ, ശരി, അപ്പം അങ്ങനെ തന്നെയായിരിക്കും എന്ന് പ്ലീസ് ചെയ്യുന്നതായിട്ട് കാണാം. എന്നാൽ അവരുടെ മനസ്സിൽ അവരെക്കാളും മോശക്കാരായിട്ട് അവർ ഫീൽ ചെയ്യുന്ന ആൾക്കാരാണ് തിരുത്തുന്നതെന്നുണ്ടെങ്കിൽ അവരൊരിക്കലും അത് അംഗീകരിക്കണമെന്നില്ല. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള, പക്ഷേ ഈ ഒരു കണ്ണിലൂടെ നോക്കുമ്പോൾ മാത്രമേ നമുക്കിത് മനസ്സിലാവുകയുള്ളൂ. അല്ലാതെ നമ്മളൊരു സാധാരണ രീതിയിൽ ഒരു വ്യക്തി ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള രീതിയിൽ നമ്മളതിനെ അനലൈസ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമ്മളതിനെ കണക്കാക്കുന്നത് നാച്ചുറലി ഈ വ്യക്തിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, ഇടയ്ക്ക് ദേഷ്യം വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞതാണ് എന്ന് മാത്രമാണ് നമ്മളതിനെ കണക്കാക്കുകയുള്ളൂ. ഈ ഒരു വ്യക്തിക്ക് എല്ലാം അറിയാമെന്നുള്ളൊരു പെർസെപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും ആളുകൾ ഇവരോട് സംശയം ചോദിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അത്ര തന്നെ കോൺഫിഡൻ്റ് അല്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ, ഈവൺ ദോ അവർക്ക് അക്കാഡമിക്കലി നല്ല ഡിഗ്രീസ് ഉണ്ടെങ്കിലും, അവർ വളരെ ബ്രൈറ്റ് ആണെങ്കിലും, ഇൻ്റലക്ച്വലി അവർക്ക് നല്ല സ്കില്ലുണ്ടെങ്കിലും, അവരവരുടെ പ്രൊഫഷനിൽ നല്ല മിടുക്കരാണെങ്കിലും അവർക്ക് അത്ര തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ല, അവർ സെൽഫ് കോൺഷ്യസ് ആണ്, കുറച്ച് അവർ വളരെയധികം സെൽഫ് അവെയർ ആണ്, അവനവൻ്റെ കാര്യം അവർ അഡ്മിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നാച്ചുറലി ഈ ഒരു വ്യക്തി ഈ രീതിയിൽ ഇടപെടുമ്പോൾ അപ്പം തന്നെ സ്വയം ഡൗട്ടിലേക്ക് പോകും. ഞാൻ പറഞ്ഞതിൻ്റെ തെറ്റാണോ, അപ്പോൾ എൻ്റെ പ്രശ്നമായിരിക്കും എന്നുള്ള രീതിയിൽ. പലപ്പോഴും നമ്മൾ പിന്നെ എല്ലാ കാര്യങ്ങൾക്കും അഭിപ്രായം ചോദിക്കുന്നത് ഈ വ്യക്തിയോടായിരിക്കും. എല്ലാ കാര്യങ്ങൾക്കും ഈ ഒരു വ്യക്തിയോട് അഭിപ്രായം ചോദിക്കുന്നു, ഈ വ്യക്തിയുടെ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നു. കാരണം നമ്മൾ നോക്കുമ്പോൾ ഈ വ്യക്തിക്ക് എല്ലാം അറിയാം അല്ലേ. അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ അയാളെ തെറ്റിദ്ധരിക്കുന്നത്, എന്തിനാണ്, അല്ലെങ്കിൽ അയാളെ സംശയിക്കുന്നത് എന്തിനാണ്? അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ കാര്യത്തിനും ഈ വ്യക്തിയോട് സംശയങ്ങളൊക്കെ നമ്മൾ ചോദിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ അതിനുള്ള മെറിറ്റ് ഈ വ്യക്തിക്ക് ഉണ്ടാവണമെന്നില്ല. ആ വ്യക്തി ജസ്റ്റ് ആ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും, ഞാൻ വളരെ ബ്രില്യൻ്റാണ്, എനിക്കെല്ലാം അറിയാം, ഞാൻ സ്മാർട്ടാണ് എന്നുള്ളത്. അടുത്തതായി നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തി അവനവനെ ഭയങ്കര ഒരു ബ്രില്യൻ്റായിട്ടും സ്മാർട്ടായിട്ടും കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം തനിക്ക് അവിടെ പറഞ്ഞു നിൽക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു തിരിച്ചറിവ് വരുന്ന സമയത്ത് ആ ഒരു സീനിൽ നിന്ന് മാറിപ്പോവുക എന്നുള്ളൊരു പാറ്റേൺ കാണിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. വലിയൊരു താല്പര്യമില്ലാതെ ആ കോൺവെർസേഷൻ അവിടെ ഡ്രോപ്പ് ഔട്ട് ചെയ്യാനായിരിക്കും അവർ പലപ്പോഴും ട്രൈ ചെയ്യുന്നത്. അല്ലാതെ അവരെ സംബന്ധിച്ചിടത്തോളം അത് അക്നോളജ് ചെയ്യാന്നുള്ളൊരു സ്പേസ് അവിടെ ഉണ്ടാവില്ല. പലപ്പോഴും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലെല്ലാം വരുമ്പോൾ ഈ വ്യക്തിക്ക് അത് അറിയില്ല, നിങ്ങൾ പറയുന്നത് തെറ്റാണ് എന്ന് നമുക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഡിസഗ്രിയബിളായി മുമ്പിൽ നിന്ന് വാദിക്കുന്ന ഒരാളായിരിക്കണം. പലപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മെനക്കെടാതെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി തനിക്കെല്ലാം അറിയാം എന്നുള്ള രീതിയിൽ മറ്റുള്ളവരെ ഉപദേശിച്ചും മറ്റുള്ളവരുടെ അടുത്ത് തൻ്റെ വിജ്ഞാനം പ്രദർശിപ്പിച്ചും വലിയൊരാളായി തന്നെ നടക്കുകയും ചെയ്യും. ഈ ഒരു സ്പേസിൽ വരുമ്പോൾ പലപ്പോഴും അറിയുന്ന ആളുകൾ, ഈ വിഷയത്തിനെപ്പറ്റി അറിയുന്ന ആളുകളാണെങ്കിൽ പോലും ഇതൊന്നും പറയേണ്ട കാര്യമില്ല, അവരെന്തെങ്കിലും വിചാരിച്ചോട്ടെ എന്നുള്ള രീതിയിൽ മിണ്ടാതിരിക്കുന്നത് സത്യത്തിൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് എനേബിളിംഗ് ആയിട്ട് മാറാനും സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾക്ക് അത് വളരെ എനേബിളിംഗ് ആയിട്ടാണ് അത് മാറുക. കാരണം എനിക്ക് എന്തും പറയാം, ഇനിയും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തട്ടിവിട്ട് എല്ലാവരും കയ്യിലെടുക്കാം
എന്ന് എനേബിൾ ചെയ്യപ്പെട്ടുകൊണ്ട് അവർ പിന്നെയും മുന്നോട്ട് പോകും. എന്നല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളുണ്ടാവില്ല. പലപ്പോഴും ഇങ്ങനെയുള്ള രീതികളിലെല്ലാം തന്നെ ഈ വ്യക്തി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന സെൽഫ് ഡൗട്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അപ്പോൾ അവിടെ ഓർക്കേണ്ടത് ഇതാണ്, നർസിസ്റ്റിക് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം രീതികൾ കൊണ്ടൊക്കെ അയാൾ തനിക്കെല്ലാം അറിയാമെന്നും തന്നെ വിശ്വസിക്കുമെന്നും തനിക്കുള്ളതിനേക്കാളും സ്കില്ലും മെറിറ്റും തനിക്കുണ്ട് എന്നവർ അവകാശപ്പെടുകയും ഇങ്ങനെയുള്ള രീതിയിൽ തട്ടിവിടുകയൊക്കെ ചെയ്യുമ്പോഴും നമ്മളവിടെ അതിനെ ഈ ഒരു കാര്യമായി തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മനസ്സിലാക്കി നമ്മുടെ സെൽഫ് ഡൗട്ട് എന്നുള്ളത് നമ്മൾ സ്വയം വർക്കൗട്ട് ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് മാറാറുണ്ട്. അവിടെയാണ് നമ്മൾ കൂടുതൽ കോൺഫിഡൻ്റ് ആകുന്നതും നമ്മളുടെ റിയാലിറ്റിയിൽ നമ്മൾ വിശ്വസിക്കുന്നതും ഗ്യാസ് ലൈറ്റിംഗ് എന്താണ് എന്ന് തിരിച്ചറിയുന്നതും ഈ ഒരു വ്യക്തി എന്നെ ഗ്യാസ് ലൈറ്റ് ചെയ്യാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് തീരുമാനം എടുത്തുകൊണ്ട് നമ്മളുടെ റിയാലിറ്റി ഉറപ്പിക്കുന്നതെല്ലാം തന്നെ നമ്മളെ ഒരുപാട് സഹായിക്കുന്ന കാര്യമാണ്. കാരണം നമ്മൾ നമ്മളുടെ റിയാലിറ്റിയിൽ വിശ്വസിക്കുക, ഈ പറയുന്ന കാര്യങ്ങൾ നമ്മളുടെ എനിക്കെന്തറിയാം അല്ലെങ്കിൽ എനിക്കെന്താണ് മനസ്സിലായിട്ടുള്ളത്, ഈ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി എൻ്റേതായിട്ടുള്ള ഒരു അറിവ് എന്താണ് എന്നുള്ളതിൽ ഉറച്ചു നിൽക്കുന്നതും നമ്മൾ കുറച്ചും കൂടി റിലയബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നതും ഈ വ്യക്തിയോട് എനിക്കുള്ള ഒരു ട്രസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ തന്നെ ഒരു ട്രോമ ബോണ്ടിങ് ആയിട്ടുള്ള ഒരു പാറ്റേണിൽ നിന്ന് വരുന്നതാണോ, ഇത്രയും ട്രസ്റ്റ് ഈ ഒരു വ്യക്തിക്ക് കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നും സ്വയം അവലോകനം ചെയ്യുന്നതും ഹെൽപ്ഫുള്ളായിരിക്കും. ഒരുപാട് പേര് പറയുന്നൊരു കാര്യമാണ്, ഇവർക്ക് അക്കാഡമിക്കലി യാതൊരു മെറിറ്റും ഇല്ല, എന്നിട്ടും ഈ വ്യക്തി പറയുന്നത് കേട്ട് ഞാൻ ഇങ്ങനൊരു കാര്യം ചെയ്തു, എനിക്ക് അപ്പോഴേ ഉള്ളിൽ ഫീൽ ചെയ്തതാണ് ഇത് ശരിയല്ല എന്നുള്ളത്, പക്ഷേ ഈ വ്യക്തിയുടെ കോൺഫിഡൻസ് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ട്രസ്റ്റ് ചെയ്തു പോയി എന്നിങ്ങനെ. ഈ ഒരു സ്പേസിലാണ് നമുക്ക് നമ്മളിൽ തന്നെയുള്ള ഒരു ട്രസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുന്നതും. ആ ഒരു ട്രസ്റ്റ് എല്ലാവർക്കും അവനവനിൽ തന്നെ കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്നും നർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയുടെ ഇങ്ങനെയുള്ള ബ്ലഫുകളിൽ നിന്നൊക്കെ നമുക്ക് സ്വയം രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കട്ടെ എന്നും ആശംസിക്കുന്നു. ഇനിയും അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.